തൊഴിലുറപ്പ് പദ്ധതിക്കിടെ ഒപ്പിട്ട് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയ്ക്ക് പോയ മേറ്റുമാർക്ക് സസ്പെൻഷൻ. LDF ഭരിക്കുന്ന പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 3 മേറ്റുമാരെ 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. 3 മേറ്റുമാരുടെയും 70 തൊഴിലാളികളുടെയും ആ ദിവസത്തെ വേതനം കുറയ്ക്കാനും ഓംബുഡ്സ്മാന്റെ ഉത്തരവിലുണ്ട്. കോൺഗ്രസും BJPയും നൽകിയ പരാതിയിന്മേലാണ് നടപടി. ഹാജർ രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത ശേഷമാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് പോയത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, എന്താണ് ഈ സംഭവത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ഐതിഹാസികമായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് നിർബന്ധിച്ച് ആളുകളെ ഇത്തരത്തിൽ നവകേരള സദസ്സിലും മനുഷ്യച്ചങ്ങലയിലും അണിനിരത്തിയെന്ന ആക്ഷേപം വരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പള്ളിക്കൽ പഞ്ചായത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം, ഹാജർ രേഖപ്പെടുത്തി ഒപ്പിട്ടതിനു ശേഷം ഫോട്ടോ എടുത്ത്, അതൊരു പതിവാണ് ആ ഫോട്ടോ എടുത്തതിന് ശേഷം 3 മേറ്റുമാരും തൊഴിലാളികളും ചേർന്ന് ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് പോയി എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 3 മേറ്റുമാർക്ക് 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. പഞ്ചായത്തിലെ ഈ തൊഴിലുറപ്പ് ജോലികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ 70 തൊഴിലാളികൾ, ഇത്തരത്തിൽ ഒപ്പിട്ട് മാറിയ ആ പ്രദേശത്ത് നിന്ന് മാറിയ 70 തൊഴിലാളികൾ, ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് 70 തൊഴിലാളികളുടെ ആ ദിവസത്തെ വേതനം കട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. BJPയുടെയും കോൺഗ്രസിന്റെയും മുതിർന്ന അംഗങ്ങളാണ്, പഞ്ചായത്തിലെ തന്നെ മുതിർന്ന അംഗങ്ങളാണ് പള്ളിക്കലിൽ ഇത് സംബന്ധിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാന് ഒരു പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതി പരിഗണിച്ച് അതിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നടപടി. പക്ഷേ LDF പറയുന്നത് ഇത് പച്ചക്കള്ളമാണ്, അങ്ങനെ ഒപ്പിട്ടിട്ടില്ല, അത് വ്യാജമായി ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയെടുത്താണ്, അത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതാണ്, ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് LDFന്റെ ഒരു നിലപാട്. എന്തായാലും ഈ വിഷയം രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം തർക്കമില്ല. ഗോപികൃഷ്ണൻ. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.